ചില ദിവസങ്ങളിൽ നമ്മൾ 10 മണിക്കൂറിലേറെയൊക്കെ ഉറങ്ങും. എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരാവസ്ഥ എന്തായിരിക്കും? ആർക്കെങ്കിലും രാത്രി മുഴുവൻ നമ്മളെ പിടിച്ച് അടിച്ചുവിട്ടതുപോലെ ഒരു തളർച്ച, തലയും ഭാരം, ശരീരവും മന്ദം, ഒന്നിനും താല്പര്യമില്ല. പക്ഷെ അതേസമയം ചില ആളുകളെ നോക്കൂ, അവർ 5 അല്ലെങ്കിൽ 6 മണിക്കൂർ മാത്രം ഉറങ്ങിയതും രാവിലെ ഫ്രഷായി ഫുൾ എനർജിയോടെ നടക്കും. കണ്ടാൽ തന്നെ ചോദിക്കണം തോന്നും, ഇവരുടെ സീക്രട്ട് എന്താ? ആ സീക്രട്ട് പലപ്പോഴും ഉറക്കത്തിന്റെ മണിക്കൂറുകളിലില്ല, വിശ്രമിക്കുന്ന രീതിയിലാണ്. നമ്മളിൽ പലർക്കും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഒന്നും ചെയ്യാതെ കിടക്കുന്നത് തന്നെ റെസ്റ്റ് ആണെന്ന് നാം കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്രമം എന്നതും ഒരു സ്കില്ലാണ്. ശരിയായി ചെയ്യാൻ പഠിച്ചാൽ അത് ശരിക്കും ഒരു സൂപ്പർ പവറിനെ പോലെ ഫീൽ നൽകും. എനിക്ക് തന്നെയും ഇത് വൈകിയാണ് മനസ്സിലായത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഞാൻ നേരെ ബെഡിലേക്കാണ് വീഴാറ്. പിന്നെ റെസ്റ്റ് എടുക്കുകയാണ് എന്ന പേരിൽ മണിക്കൂറുകളോളം ഫോൺ സ്ക്രോൾ ചെയ്യും. റീലുകൾ, ഷോർട്സ്, പോസ്റ്റുകൾ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അപ്പോൾ തോന്നും, ഇപ്പോൾ ഞാൻ ചില്ലാക്കുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താവും? ശരീരം കൂടുതൽ ഭാരമായി തോന്നും, മൂഡ് ഓഫ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം. ഒരു ബ്രേക്ക് എടുത്തതിൻ്റെ ക്ഷീണം കളയാൻ വീണ്ടും വേറൊരു ബ്രേക്ക് വേണമെന്ന അവസ്ഥ. നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങൾ മടി പിടിച്ചതല്ല. പ്രശ്നം നിങ്ങൾ എടുക്കുന്നത് റെസ്റ്റ് പോലെ തോന്നുന്ന ക്ഷീണം മാത്രമായിരിക്കാം. ഒരു സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ചില ആളുകൾക്ക് ദിവസം എങ്ങും പണിയുണ്ടെങ്കിലും അവർ പൂർണ്ണമായി തകരാറാകാറില്ല. മുഖത്തെപ്പോഴും ഒരു ലഘുത്വം, സംസാരത്തിൽ എനർജി, ഉള്ളിലൊരു സ്ഥിരത. അവരെ നോക്കിയപ്പോൾ മനസ്സിലായി, എല്ലാ വിശ്രമവും ഒരുപോലെയല്ല. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിനും തലച്ചോറിനും വേറെ വേറെ റെസ്റ്റ് വേണം. ശരീരത്തിന് റെസ്റ്റ് കിട്ടാൻ കുറച്ച് സമയം അനങ്ങാതെ ഇരുന്നാൽ മതി. പക്ഷെ തലച്ചോറിന് റെസ്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ സ്ഥിരമോട്ടം കുറയണം. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? സോഫയിലിരിക്കുന്നു, ശരീരം ശാന്തമാണ്, പക്ഷെ തലച്ചോറോ? അത് ഇന്നലെയിലെ പ്രശ്നം ഓർക്കുന്നു, നാളെയുടെ ടെൻഷൻ കണക്കാക്കുന്നു, ആരോ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും തിരിച്ചു പ്ലേ ചെയ്യുന്നു. അതിനിടയിൽ ഫോണിൽ മറ്റുള്ളവരുടെ ജീവിതം കാണുന്നു. അതായത് ശരീരം നിശ്ചലമായിരിക്കാം, പക്ഷെ മനസ്സിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കുളിക്കാൻ ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴും ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയാണ്. ശരീരം വെള്ളം തൊടും, പക്ഷെ മനസ്സിന് ഒരു ശാന്തത പോലും കിട്ടില്ല. യഥാർത്ഥ വിശ്രമം തുടങ്ങുന്നത് ഉള്ളിലെ ആ ശബ്ദം അല്പസമയം കുറയുമ്പോഴാണ്. വീട്ടിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്താൽ കിട്ടുന്ന ആ സമാധാനം പോലെ തലയ്ക്കകത്തും കുറച്ചു നേരം വെളിച്ചവും ശബ്ദവും കുറയണം. ഇനി രണ്ടാമത്തെ കാര്യം, വിശ്രമത്തിനും 2 ലെവലുണ്ട്: വീക്ക് റെസ്റ്റ്, സ്ട്രോങ് റെസ്റ്റ്. വീക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ സുഖം തരുന്ന പക്ഷെ പിന്നെ കൂടുതൽ ഖാലിയാക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണം, വെറുതെ കിടന്ന് ഫോൺ നോക്കൽ, തുടർച്ചയായി റീലുകൾ കാണൽ, ഒന്നും വേണ്ടെന്ന് തോന്നുമ്പോൾ സ്ക്രീനിലേക്ക് ഒളിച്ചോടൽ. ഇവയുടെ പ്രശ്നം എന്താണ്? അതൊരു ഫാസ്റ്റ് റിലീഫ് തരുന്നു, പക്ഷെ ആഴത്തിലുള്ള വിശ്രമം തരുന്നില്ല. വിശന്നപ്പോൾ മിഠായി കഴിക്കുന്നത് പോലെ നിമിഷനേരം നല്ലതായി തോന്നും, പക്ഷെ ശരീരത്തിന് വേണ്ട യഥാർത്ഥ പോഷണം കിട്ടുകയില്ല. സ്ട്രോങ് റെസ്റ്റ് അതിൻ്റെ മറുവശമാണ്. കുറച്ചു നേരം സ്ക്രീനിൽ നിന്നും മാറി നിൽക്കുക, നിശബ്ദമായി ഇരിക്കുക, ചുറ്റുമുള്ള ശബ്ദങ്ങൾ മാത്രം കേൾക്കുക, അല്ലെങ്കിൽ 5-10 മിനിറ്റ് ഫോണില്ലാതെ നടക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. ഇവ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം, പക്ഷെ ശരിക്കും നോക്കിയാൽ ഇതാണ് നമ്മളെ റീചാർജ് ചെയ്യുന്നത്. കാരണം ഇത് നമ്മളെ പുതിയ ഇൻഫർമേഷൻ കൊണ്ട് നിറയ്ക്കുന്നില്ല, പകരം നമ്മളിലെ ഓവർലോഡ് കുറയ്ക്കുന്നു. മൂന്നാമത്തെ കാര്യം വളരെ ശക്തമാണ്. വിശ്രമം വേണ്ട സമയം തളർന്നു വീണ ശേഷമല്ല, അതിനു മുൻപാണ്. ഇത് ആദ്യം കേൾക്കുമ്പോൾ അല്പം വിചിത്രമാകും. ക്ഷീണമില്ലെങ്കിൽ പിന്നെ റെസ്റ്റ് എന്തിന് എന്ന് തോന്നാം. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, ബുദ്ധിയുള്ള ഒരാൾ വണ്ടി പൂർണ്ണമായി നിന്നതിന് ശേഷം മാത്രം പെട്രോൾ അടിക്കുമോ? ഇല്ലല്ലോ, പകുതിയായപ്പോഴേക്കും നിറയ്ക്കും. കാരണം പ്രശ്നം വരുന്നതിന് മുൻപുള്ള നടപടി സർവൈവലാണ്. പ്രശ്നം വരുന്നതിന് മുൻപുള്ള നടപടി സ്മാർട്ട്നെസ് ആണ്. നമ്മുടെ എനർജിയും അതുപോലെയാണ്. ഫുൾ ഖാലിയായ ശേഷം എടുക്കുന്ന വിശ്രമം പലപ്പോഴും മതി വരില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ചെറിയ ശരിയായ ബ്രേക്കുകൾ ദിവസം മുഴുവൻ നമ്മളെ സ്റ്റഡിയായി നിർത്തും. 2 മിനിറ്റ് കണ്ണുപൂട്ടിയിരിക്കുക, 5 മിനിറ്റ് പുറത്തേക്ക് നടന്നു വരിക, ജോലികളുടെ ഇടയിൽ ചെറു പോസ് എടുക്കുക. ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷെ ദിവസത്തിൻ്റെ ക്വാളിറ്റി തന്നെ മാറ്റും. തളർന്ന ശേഷം എടുക്കുന്ന റെസ്റ്റ് ചിലപ്പോൾ നിർബന്ധം പോലെ തോന്നാം, പക്ഷെ തളരുന്നതിന് മുൻപെടുക്കുന്ന റെസ്റ്റ് സ്വന്തം മനസ്സിനും ശരീരത്തിനും നാം കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ആദ്യ ദിവസം തന്നെ ഇതെല്ലാം പെർഫെക്റ്റായി ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലായ്പ്പോഴും ബിസി ആയിരിക്കുക തന്നെ പ്രൊഡക്ടിവിറ്റി ആണെന്ന് നമ്മളെ പഠിപ്പിച്ച ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒന്നും ചെയ്യാതെ 5 മിനിറ്റ് ഇരിക്കുക പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് പരിശീലനം. ചെറിയ ചെറിയ നിമിഷങ്ങളിൽ മനസ്സിനും ശരീരത്തിനും യഥാർത്ഥ ബ്രേക്ക് കൊടുക്കാൻ പഠിച്ചാൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതൽ ഫ്രഷായി തോന്നും. ചെറിയ ജോലികൾക്കും അധികം ക്ഷീണം തോന്നില്ല. മൂഡ് സ്ഥിരതയാകും. വൈകുന്നേരം എത്തുമ്പോഴേക്കും പൂർണ്ണമായി തീർന്നു പോകുന്ന ആ ഫീല് പതുക്കെ കുറയും. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക: വിശ്രമം മടിയല്ല. അത് ജീവിതം നന്നായി നടിക്കാൻ പഠിച്ച ആളുകളുടെ സ്മാർട്ട് ഡിസിഷനാണ്. നമ്മൾ എല്ലായ്പ്പോഴും കൂടുതൽ ജോലി ചെയ്യാൻ പഠിക്കാറുണ്ട്. പക്ഷെ കുറച്ചു പേർക്ക് മാത്രമേ ശരിയായി വിശ്രമിക്കാൻ അറിയൂ. ആ സ്കില്ല് പഠിച്ചാൽ നിങ്ങളുടെ ദിവസം തന്നെ മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള ലൈഫ് ടിപ്സും മനസ്സിനെയും ജീവിതത്തെയും കൂടുതൽ ബെറ്റർ ആക്കാനുള്ള ആശയങ്ങളുമായി ഞാൻ എല്ലാ ആഴ്ചയും വരും. നമുക്ക് ഒരുമിച്ച് ഈ സ്ഥിരം തളർച്ചയെ തോൽപ്പിക്കാം.